അൺപെയ്ഡ് ഇലക്ട്രോൺസുള്ള ആറ്റങ്ങൾ മാഗ്നറ്റ്സിനെ പോലെ ബിഹേവ് ചെയ്യുമെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ഇത്തരത്തിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ വളരെ കുറഞ്ഞ അട്രാക്ഷൻ മാത്രമാണ് കാണിക്കുന്നുള്ളൂ എങ്കിൽ അവയെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നു. അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം പോലത്തെ എലമെന്റ്സിൽ ഇത്തരത്തിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. എന്നാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നിന്ന് വ്യത്യസ്തമായി ഇവ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ വളരെ ശക്തമായി അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കുന്ന ഫിനോമിനയാണ് ഫെറോമാഗ്നറ്റിസം. ഈ മെറ്റീരിയൽസിനെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ആറ്റങ്ങളെല്ലാം റാൻഡംലി ഓറിയന്റ് ചെയ്യപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. അതിനാൽ അവയുടെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെട്ട ആറ്റങ്ങളുടെ ഗ്രൂപ്പിനെ കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള ആറ്റങ്ങളുടെ കൂട്ടത്തെ ഡൊമൈൻ എന്ന് വിളിക്കുന്നു. ഇവിടെ ഡൊമൈൻസിന്റെ മാഗ്നറ്റിക് മൊമെന്റ് റാൻഡംലി ഓറിയന്റ് ചെയ്യപ്പെട്ടതിനാൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആ ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടുകയും അവ സ്ലൈറ്റ്ലി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഇവ സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനടുത്തേക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ ഇവിടെ എൻറ്റയർ ഡൊമൈൻസ് ആണ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെട്ട ആറ്റങ്ങളുടെ ജയന്റ് ഡൊമൈൻ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഈ മെറ്റീരിയൽ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ഇത് വളരെ സ്ട്രോങ് ആയി എക്സ്റ്റേണൽ ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നു. എക്സ്റ്റേണൽ മാഗ്നറ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് റാൻഡംലി ഓറിയന്റ് ചെയ്യപ്പെടുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ അവയുടെ ഓറിയന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും അങ്ങനെ ഒരു പെർമനന്റ് മാഗ്നറ്റായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ ഹാർഡ് മാഗ്നറ്റ്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ എക്സ്റ്റേണൽ ഫീൽഡിന്റെ അസാന്നിധ്യത്തിൽ അവയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫെറോമാഗ്നറ്റ്സിനെ സോഫ്റ്റ് മാഗ്നറ്റ്സ് എന്ന് വിളിക്കുന്നു. ഹാർഡ് മാഗ്നറ്റ്സിനെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് മാഗ്നറ്റ്സിനെ ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ കോറായി ഉപയോഗിക്കുന്നു. സോഫ്റ്റ് മാഗ്നറ്റ്സിനെ ഇലക്ട്രിക് കറന്റ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനും എന്നാൽ ഇലക്ട്രിക് കറന്റിന്റെ അസാന്നിധ്യത്തിൽ ഈസിയായി ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടാനും സാധിക്കുന്നതിനാലാണ് അവയെ ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ കോറായി ഉപയോഗിക്കുന്നത്. 770 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടിയ ടെമ്പറേച്ചറിലേക്ക് അയൺ എന്ന ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസിന് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവുകയും അങ്ങനെ കൂടിയ താപനിലയിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയി കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു പ്രത്യേക താപനിലയ്ക്ക് മുകളിൽ ചൂടാക്കുമ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അവയുടെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാവുക വഴി അത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലായി മാറുന്ന ഈ സ്പെസിഫിക് ടെമ്പറേച്ചറിനെ ക്യൂറി ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു.